മൊഡ്യൂൾ 4 ഇതാണ്. ഈ മൊഡ്യൂൾ 4-നകത്ത് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എപ്പോഴും ഈ ഒരു മൊഡ്യൂളാണ് നമുക്കുള്ളു പെൻഡിങ്. 4-മത്തെ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പം ഇതിനകത്ത് നിന്നാണ് എടുത്തത്. 4-മത്തെ മൊഡ്യൂളൊക്കെ എല്ലാം ഉണ്ടായിരുന്നു. നമുക്ക് ടെക്സ്റ്റ് ബുക്ക് വെറുതെ ഒന്ന് നോക്കാം കേട്ടോ. ടെക്സ്റ്റ് ബുക്കിനകത്ത് ഓക്കെ, സെക്യൂരിറ്റി പോളിസീസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്. ഇവിടെ സെക്യൂരിറ്റി പോളിസീസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്, ഇൻട്രൊഡക്ഷൻ ടു സൈബർ ക്രൈം ആൻഡ് സൈബർ security, need for information security policy, information security standard, ISO പറയുന്ന സാധനങ്ങളൊന്നും ഇവിടെ ഇല്ലേ? Introducing various security policies and their review process, Information Technology Act 2000. ഇതാണ് സൈബർ സെക്യൂരിറ്റി പോളിസി. ഇവിടെ സൈബർ സെക്യൂരിറ്റി ആൻഡ് സൈബർ ലോ, സൈബർ സെക്യൂരിറ്റി പോളിസി ആൻഡ് ദെയർ റിവ്യൂ, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000. ഇത് പെനാലിറ്റി, ഇത് പെനാലിറ്റി, അഡ്ജങ്ഷൻ, ഇങ്ങനെ തന്നെ എഴുതും. കണ്ട് ഇതാണ് ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പെനാൽറ്റീസ്, adjudication and appeal under IT Act 2000, offenses under Information Technology Act 2000, Right to Information Act, Right to Information Act, അതാണ് എൻ്റെ അടിയിൽ നോക്കുമ്പോൾ കാണുമായിരിക്കും. Act 2005, Act 2008 and its amendments. അപ്പൊ അതായത് ചാപ്റ്റർ 5 ആണ് നിങ്ങളുടെ മൊഡ്യൂൾ 4. ഇത് ഫുള്ളും അങ്ങനെയാണ് നമ്മൾ സാധാരണ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പഠിക്കുന്നത്. നമ്മൾ നിങ്ങൾക്ക് നോട്ട് തരുന്ന കാരണം നമുക്ക് നേരെ അതങ്ങ് വായിച്ചാൽ മതി. അപ്പൊ ഈ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ ഉള്ള ഗുണം എന്താന്ന് വെച്ചാൽ ആ വായിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം കിട്ടും. അപ്പൊ നമ്മളത് വായിച്ചു വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ, പിന്നെ എഴുതുമ്പം അത് എളുപ്പമായിരിക്കും. ഒരു മൊഡ്യൂൾ എനിക്ക് തോന്നുന്നു നോട്ട് തരാം, ഒരു മൊഡ്യൂൾ ഇങ്ങനെ അങ്ങനെ വായിച്ചു വെച്ചാൽ ശരിക്കും അങ്ങനെയാണ് സാധാരണ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പഠിക്കുന്നത്. നിങ്ങളെ കുറച്ച് അങ്ങനെ പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ ഇത് ഇങ്ങനെ പഠിക്കുമ്പോൾ ഉള്ള ഗുണം. ഇത് വായിക്കാനുള്ള ഒരു താമസമാണ് ശരിക്കും പറഞ്ഞാൽ ഉള്ളത്. ഈ ചാപ്റ്റർ ആണ് ശരിക്കും PPT ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്തെടുത്താൽ നമുക്ക് കിട്ടുന്നത്. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്. ഇതിനകത്ത് ഇങ്ങനെ ആദ്യം ഇങ്ങനെ കാണിക്കും. ആഫ്റ്റർ റീഡിംഗ് ദിസ് ചാപ്റ്റർ ദ റീഡർ വിൽ ബി ഏബിൾ ടു describe the objectives and features of Information Technology Act 2000. Information Technology Act 2000 എന്ന് പറയുന്നത്, Information Technology Act 2000 എന്നത് നമ്മൾ ആദ്യം മുതലേ നമ്മൾ പഠിക്കുന്നതാണ്. കാര്യം ആദ്യം കമ്പ്യൂട്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ നമുക്ക് ഇൻഫർമേഷൻ ടെക്നോളജി അതിൻ്റെ ബ്രീച്ചും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് വന്നത്. പിന്നെ അതിനകത്ത് ഇപ്പം കണ്ടമാനം ആൾക്കാർ യൂസേജ് കൂടിയപ്പോൾ നമുക്ക് അതിനകത്ത് റൂൾസ് വേറെ കുറേ റൂൾസും കാര്യങ്ങളൊക്കെ വന്നതൊക്കെയാണ് നമ്മൾ ഈ ഒരു കാലയളവിൽ നമ്മൾ കണ്ടതല്ല. അപ്പം ഇതിനകത്ത് why we came into what is the objective of the IT Act, then IT Act 2000, 2008, then what are the various technologies we can use to
reduce the cyber crime, and describe the various sections under various Information Technology Act. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇത് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ഇൻട്രൊഡക്ഷൻ ടു സൈബർ ക്രൈം ആൻഡ് സൈബർ സെക്യൂരിറ്റി. അപ്പൊ അതേ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ നമ്മൾ പറയുന്നത്. എന്താണ് സൈബർ? ഈ ടെക്സ്റ്റ് ബുക്ക് ഇന്ന് ഈ ടെക്സ്റ്റ് ബുക്കിന്റെ ജസ്റ്റ് ഒന്ന് വായിച്ച് ഓടിച്ചു വിടാം. പിന്നെ ഇത് കിട്ടുന്ന അനുസരിച്ച് നമുക്ക് പിന്നെ എന്താ പറയാ, നമുക്ക് നോട്ടിലേക്ക് മാറാം. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് ജസ്റ്റ് വായിക്കാനുള്ള ഒരു ഇത് വെച്ചിട്ടാണ്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് സൈബർ ക്രൈമും സൈബർ സെക്യൂരിറ്റിയും. അപ്പൊ ആദ്യം സൈബർ സ്പേസ് എന്താന്നുള്ളത് പറഞ്ഞു തുടങ്ങും. അപ്പൊ നമുക്കറിയാം സൈബർ സ്പേസ് എന്താന്നുള്ളത്. അപ്പൊ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും ഇൻട്രൊഡക്ഷൻ ടു വാട്ട് ഇസ് സൈബർ ക്രൈം എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് എഴുതാൻ ഒരു ഐഡിയ കിട്ടും. ആൻസർ ഷീറ്റിൽ എഴുതാൻ ഒരു ഐഡിയ കിട്ടും. എന്ന് വെച്ചാൽ സൈബർ ക്രൈമിനെ പറ്റി ചോദിക്കുമ്പോൾ സൈബർ സ്പേസിനെ പറ്റി എഴുതാം. കാര്യം ഇവര് തന്നെ പറഞ്ഞു തുടങ്ങുന്നുണ്ടില്ലേ, സൈബർ സ്പേസ് എന്താന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. സൈബർ ക്രൈമിനെ പറ്റി ഒരു 10 മാർക്കിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ സൈബർ സ്പേസിനെ പറ്റിയും എഴുതാം, അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. It is a virtual space where it includes the laptops, then mobile devices, then any network devices, or the computer network. So computer network is also part of cyberspace, and it is actually a virtual environment, and it also deals with the protocol. അത് നമ്മൾ ആദ്യമേ പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് തന്നെ നമുക്ക് ഇവിടെയും നമുക്ക് പറയാം. ഫിസിക്കൽ വേൾഡും സൈബർ സ്പേസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. അത് ഇവിടെ എന്താണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. വേർ ദി സൈബർ സ്പേസ് ഈസ് ഇന്ററാക്റ്റീവ്. സൈബർ സ്പേസ് ഈസ് വെരി ഇന്ററാക്റ്റീവ് ദാൻ ഫിസിക്കൽ സ്പേസ് എന്നാണ് അവർ പറയുന്നത്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് വെൽ ഡിഫൈൻഡ് വൈൽ ദ ഫിസിക്കൽ വേൾഡ് ഈസ് വെൽ ഡിഫൈൻഡ്. ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ഇതിവിടെ ഇത് പറയുന്നുണ്ട്, ഒരു ഡിഫറൻസ് ഒക്കെ കാണിച്ച് പറയുന്നുണ്ട്. പറ്റുവാണെങ്കിൽ ചാപ്റ്റർ വായിക്കുക കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യൻ ഓഥർ ആയതുകൊണ്ട് എപ്പോഴും വായിക്കാൻ പഠിക്കാനും നമുക്ക് എളുപ്പം ഇന്ത്യൻ ഓഥറിന്റെ ടെക്സ്റ്റ് ബുക്കുകളാണ്. കുറവാണ് നമ്മുടെ ഫീൽഡിൽ ഇന്ത്യൻ ഓഥേഴ്സിന്റെ ടെക്സ്റ്റ് ബുക്ക്. എല്ലാം ഒട്ടുമിക്ക ബുക്കും ഫോറിൻ ഓഥേഴ്സാണ്. അപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ ടെക്സ്റ്റ് ബുക്ക്, എനിക്കൊന്ന് നിങ്ങളും അങ്ങനെ ആയിരിക്കും പഠിച്ചത്, സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്ക് ഓർക്കും. പക്ഷെ ഇപ്പൊ ഉള്ളതിൽ ടെക്സ്റ്റ് ബുക്ക് ഓർക്കൽ വളരെ കുറവാണ് പിള്ളേർ. അപ്പൊ ഇത് നമ്മുടെ ശരിക്കും ഒരു നല്ല ടെക്സ്റ്റ് ബുക്കാണ്. നീലാക്ഷി ജെയിന്റെ സൈബർ സെക്യൂരിറ്റി നമ്മുടെ ഫസ്റ്റ് റെഫറൻസിൽ പറയുന്ന ടെക്സ്റ്റ് ബുക്കാണ് ഇത്. സൈബർ സെക്യൂരിറ്റി ആൻഡ് സൈബർ ലോസ് ബൈ നീലാക്ഷി ജെയിൻ, രമേശ് മേനോൻ. സൈബർ സെക്യൂരിറ്റി ആൻഡ് സൈബർ ലോ. ഓക്കെ, ഇനി ഇതിലേക്ക് ടെക്സ്റ്റ് ബുക്കിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇവര് എന്താണ് ഫിസിക്കൽ വേൾഡും സൈബർ സ്പേസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് പറയുന്നുണ്ട്. അതായത് ഒരു എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന വേൾഡാണ് സൈബർ സ്പേസ് എന്ന് പറയുന്നത്. ഇതാട്ടോ ഞാൻ ഇപ്പൊ പറയുന്നത്. മറ്റേതെന്ന് പറഞ്ഞാൽ എപ്പോഴും സ്ഥിരമായിട്ട് നിൽക്കുന്നതാണ് ഫിസിക്കൽ വേൾഡ്. സൈബർ സ്പേസ് എന്ന് പറയുന്നത് അൺഡിഫൈൻഡ് ആണ്. അൺഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് പറയാമല്ലോ, അത് ഒരു റീജിയനെ മാത്രം കവർ ചെയ്ത് നിൽക്കണമെന്ന് നിർബന്ധമില്ല. നമുക്ക് ഇപ്പൊ നമ്മുടെ ഔട്ട്സൈഡ് ദ കോണ്ടിനെന്റ് വരെ നമുക്ക് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഇറ്റ് ഈസ് എ വെർച്വൽ വേൾഡ് ആൻഡ് ഫിസിക്കൽ വേൾഡ് ഈസ് വെൽ ഡിഫൈൻഡ്. അപ്പൊ നമ്മളൊരു ഏരിയ അല്ലെങ്കിൽ ഒരു ബൗണ്ടറി നമുക്ക് അവിടെ സ്പെസിഫൈ ചെയ്യാൻ പറ്റും. അത് ഇതിനകത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡീൽ ചെയ്യുന്നത്. ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്നത് ഇൻക്രിമെന്റൽ ആണ്. കാര്യം അത് വെൽ ഡിഫൈൻഡ് ആയതുകൊണ്ടും അതിന്റെ സ്പേസ് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ആയതുകൊണ്ടും അത് ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ടും നമുക്ക് അതിന്റെ ഗ്രോത്ത് ഓഫ് ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലീനിയർ ഗ്രോത്ത്. അതാണ് ഇൻക്രിമെന്റൽ എന്ന് പറയുന്നത്. അതിനെല്ലാം മാങ്ങ വർഷപ്പം സൈബർ സ്പേസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എക്സ്പോണൻഷ്യൽ. എക്സ്പോണൻഷ്യൽ എന്ന് പറഞ്ഞാൽ
അതിൻ്റെ ഇൻക്രിമെൻ്റ് എന്ന് പറയുന്നത് ഫാസ്റ്റ് ഗ്രോയിങ് ആണ്. നമുക്കറിയാം സൈബർ സ്പേസിലെ യൂസേഴ്സ് കൂടുന്നതെന്ന് പറയുന്നത് അങ്ങനെയാണ്. സൈബർ സ്പേസിലെ യൂസേഴ്സ് കൂടുന്നത് നമുക്ക് ഇൻക്രിമെൻ്റ് ചെയ്യുന്നതിൻ്റെ ആ റേറ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇറ്റ് ഈസ് എക്സ്പോണൻഷ്യൽ വൈൽ ഫിസിക്കൽ വേൾഡ് ഈസ് ഇൻക്രിമെൻ്റൽ. ഫിസിക്കൽ വേൾഡ് ഹാസ് ഫിക്സഡ് കോണ്ടേഴ്സ്. അതെന്താണ്? വെൽ ഡിഫൈൻഡ് ആയതുകൊണ്ട് തന്നെയാണ് അത് ഫിക്സഡ് കോണ്ടേഴ്സ് ഉണ്ട്. ബട്ട് ദി സൈബർ സ്പേസ് ഈസ് ലൈക്ക് എ ഹ്യൂമൻ ഇമാജിനേഷൻ വിച്ച് ഹാസ് നോ ഫിക്സ്ഡ് ഷേപ്പ്. അതാണ് സൈബർ സ്പേസിൻ്റെ പ്രത്യേകത. സൈബർ സെക്യൂരിറ്റി ആൻഡ് സൈബർ ലോയ്ക്കകത്തേക്ക് കയറുമ്പോൾ അവർ പറയുന്നത് സൈബർ സെക്യൂരിറ്റി ആൻഡ് സൈബർ ലോയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് കാണാം പൊട്ടൻഷ്യൽ ഫോർ ഗ്രോയിങ് ടു സച്ച് ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് സൈബർ സ്പേസ് തിങ്സ് ലൈക്ക് എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും തന്നെയാണ്. എന്താണ് സൈബർ സെക്യൂരിറ്റിയുടെ ആവശ്യകതയെ പറ്റിയാണ് ആദ്യം പറയുന്നത്. കാര്യം ഇവിടെ ടെക്നോളജി മാറുന്ന അനുസരിച്ച് human behavior has also changed. Then the എന്താ ഇപ്പം നമ്മൾ പറയുന്നത്, people are using to its maximum extent and there is a chance of misusing this technology. When this technology is misusing, we need to protect our security. That is why we introduced the cyber law, and people are punishable who violates the cyber security. എന്താണ് അതിൻ്റെ ആവശ്യകത എന്ന്? ആൾക്കാരുടെ എണ്ണം കൂടി, ഉപയോഗം കൂടി, അനന്ത സാധ്യതകളാണല്ലോ. ഇപ്പം ടെക്നോളജി ഏത് ലെവൽ വരെയും എത്തിക്കാം എന്നുള്ളത് എൻ്റെ ഉപയോഗം ചിന്തിച്ച ആൾക്കാർ അതിനെ പല ലെവലിലേക്ക് കൊണ്ടുപോയി. ഒരു നല്ല ആവശ്യത്തിന് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്ത പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുന്നത് അനുസരിച്ച് മാറുന്നതനുസരിച്ച് അത് വയലേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടി. അങ്ങനെ വയലേഷൻ വരുമ്പോൾ നമ്മൾ പ്രൊട്ടക്ഷൻ ഒരു മസ്റ്റായിട്ടുള്ള ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി സൈബർ ലോ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നാണ് അവർ പറയുന്നത്. പിന്നെ നമ്മൾ പറയുന്നത് എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതായത് മണി ലോണ്ടറിങ്, ഐഡന്റിറ്റി തെഫ്റ്റ്, ടെററിസം, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നമുക്ക് സൈബർ സെക്യൂരിറ്റിയുടെ ആവശ്യകതയായിട്ട് വന്നു. അപ്പോൾ പീപ്പിൾ ഹാവ് എന്താണ് IP അഡ്രസ്സ് വഴിയും ഫിഷിംഗ് വഴിയും, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. IP അഡ്രസ്സ് സ്റ്റീൽ ചെയ്യുന്ന വഴി, ഫിഷിംഗ് വഴി, ഇതെല്ലാം അൺഓതറൈസ്ഡ് ആക്സസ് ടു യൂസേഴ്സ് കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് സ്റ്റീൽ ദ ഡേറ്റ. So the people, there is no clear definition of cyber law, so it is broadly the legal subject which emanated from the development of technology. സൈബർ ലോയ്ക്കകത്തേക്ക് കയറുമ്പോഴത്തേക്ക് സൈബർ ലോ എന്ന് പറയുന്നത് ഇഷ്യൂസ് റിലേറ്റഡ് വിത്ത് ദ സിസ്റ്റം, വിത്ത് ദ യൂസേജ് ഓഫ് ദ സൈബർ സ്പേസ്. ഇഷ്യൂസ് റിലേറ്റ് ചെയ്യുന്ന, ഇഷ്യൂസിനെ ഡീൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്താണ് ടെക്നോളജി ആൻഡ് ഡിവൈസസ് യൂസ് ചെയ്യുമ്പോൾ വരുന്ന കമ്മ്യൂണിക്കേഷൻ പ്രശ്നം, ട്രാൻസാക്ഷൻ പ്രശ്നം, ഡിസ്ട്രിബ്യൂഷൻ ആസ്പെക്റ്റ്, നെറ്റ്വർക്കിൻ്റെ ഇൻഫർമേഷൻ, അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും വരുമ്പോൾ അതിൻ്റെയൊക്കെ ലീഗൽ ആസ്പെക്റ്റ് ആയിട്ടാണ് എന്താണ് സൈബർ ലോ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ പ്രൊവൈഡിങ് cyber space, and it allows the people, it creates a hardware or software which allows the people to access the cyberspace and use of their own computers and enter the cyber space. So cyber law is a generic term, refers to the legal and regulatory aspect. Everything concerned with the legal aspect comes under cyber law. Currently there are two main statutes which ensure cyber security. അതിനാണ് ഇന്ത്യൻ പീനൽ കോഡും IT ആക്റ്റും വരുന്നത്. ഇവിടെയാണ് നമ്മൾ ലോ കൊണ്ടുവന്നത്. അപ്പം നമ്മുടെ ഇന്ത്യൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ബന്ധപ്പെടുത്തിയിട്ടുള്ള
രണ്ട് ഇമ്പോർട്ടൻറ്റ് ലോസ് ആണ് ഇന്ത്യൻ പീനൽ കോഡും ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന 1860-ലാണ്. അന്ന് ഇൻ്റർനെറ്റിനും കമ്പ്യൂട്ടറിനും വേണ്ടിയിട്ടല്ല, ഫിസിക്കൽ സെക്യൂരിറ്റിക്കും ഫിസിക്കൽ വേൾഡിലേക്കും വേണ്ടിയിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് IPC. അത് കഴിഞ്ഞാണ് നമ്മളെ കമ്പ്യൂട്ടറൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതിനു വേണ്ടി പ്രത്യേകം ആക്ട് വന്നത്, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000. സോ സൈബർ ലോ. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് പറയാം ഇ-കോമേഴ്സ്. അവിടെയാണ് ശരിക്കും പറഞ്ഞ നമ്മൾ കമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ നടത്തുന്നത് വഴിയാണ് കൂടുതൽ സൈബർ സെക്യൂരിറ്റിയും കാര്യങ്ങളും ഒക്കെ വരുന്നത്. ഓക്കെ, സോ എനി ട്രാൻസാക്ഷൻ കണ്ടക്റ്റഡ് ഓവർ the internet, where internet access is there and there is the sale, there may be the lease, there may be the license, or they offer delivery of the property or good or services or information which is not for consideration and which includes the provision of internet access. അതായത് നമ്മൾ എന്ത് ട്രാൻസാക്ഷൻ നടത്തുമ്പോഴും ഇൻ്റർനെറ്റിൻ്റെ ആക്സസോട് കൂടി നമ്മുടെ മണി ട്രാൻസാക്ഷൻസ് നടത്തുമ്പോൾ അവിടെ ഇൻ്റർനെറ്റ് വരുന്നുണ്ടെങ്കിൽ അതൊരു കോമേഴ്സ് ആണ്, ബിസിനസ് ആണ്. ഇലക്ട്രോണിക്കലി നമ്മൾ നടത്തുന്നതുകൊണ്ട് ഇറ്റ് കംസ് അണ്ടർ ഇലക്ട്രോണിക് കോമേഴ്സ്. ആൻഡ് സൈബർ സെക്യൂരിറ്റി പോളിസി എന്ന് പറയുന്നത് ഹോം യൂസേഴ്സിന് വേണ്ടിയിട്ടാണെങ്കിലും ഗവൺമെൻറ് യൂസേഴ്സിന് വേണ്ടിയിട്ടാണെങ്കിലും ഗവൺമെൻറ് എൻറ്റിറ്റീസിനും നോൺ ഗവൺമെൻറ് എൻറ്റിറ്റീസിനും എല്ലാ എൻ്റർപ്രൈസസിന് വേണ്ടിയിട്ട് നമുക്ക് സൈബർ സെക്യൂരിറ്റി പോളിസി ഉപയോഗിക്കാം. അതായത് ഇനി അത് കഴിഞ്ഞ് ഇവിടെ പറയുന്നത് എന്താണ്, അതിൻ്റെ പോളിസി ഡെവലപ്മെൻറ്റ് എങ്ങനെയാണെന്നാണ് പറയുന്നത്. ആദ്യം ഒരു റിക്വയർമെൻറ്റ് ഗ്യാതറിംഗ് ഈസ് ദെയർ, then comes the proposal, then comes the policy, then comes the approval, then comes the publication. So here we can see there are it is divided into the security policy എന്ന് പറയുന്നതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫിസിക്കൽ സെക്യൂരിറ്റി ആയിരിക്കാം, ഓർ പേഴ്സണൽ സെക്യൂരിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ഹാർഡ്വെയർ ഓർ സോഫ്റ്റ്വെയർ സെക്യൂരിറ്റി ആയിരിക്കാം. സോ സെക്യൂരിറ്റി auditing is a high level analysis of current project process and company posture on test information security related. Security policy audit the company to understand better the threat the organization is exposed to and effectiveness of your current protection. അപ്പോൾ ഇവിടെ the policies are introduced for your protection and it compares the security policy with the actual practice. ഇതെല്ലാം എന്തിനാണ്, നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ സൈബർ ലോയിൽ സൈബർ സെക്യൂരിറ്റി സൈബർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. സോ സൈബർ സ്പേസ് ഈസ് എ വെർച്വൽ സ്പേസ് which has no boundaries, mass or gravity. Cyber security is the protection of the computer സിസ്റ്റം. അപ്പം നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് സൈബർ സ്പേസിനെ പറ്റി പറയാം. സൈബർ സ്പേസ് വരുമ്പോൾ യൂസേജ് കൂടിയത് കാരണം നമുക്ക് അവിടെ സൈബർ സെക്യൂരിറ്റിയുടെ ആവശ്യമുണ്ട്. സൈബർ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സൈബർ ലോ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഇതെല്ലാം എന്താണ്, ഇലക്ട്രോണിക് ഡേറ്റയ്ക്ക് ഡാമേജ് വരുന്നതോ സോഫ്റ്റ്വെയറിന് ഡാമേജ് വരുന്നതോ അതിൻ്റെ മോഷണമോ ഒക്കെ റിലേറ്റ് ചെയ്തിട്ട് വരുന്ന കാര്യങ്ങളാണ് സൈബർ ലോ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. അതാണ് ഇവിടെ പറയുന്നത്. ഇനി നമ്മൾ IT ആക്ട് 2000 പോവാണ്. IT ആക്ട് 2000 മേയിലാണ് ശരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾ ഇ-കോമേഴ്സിന് വേണ്ടിയിട്ടും നമ്മുടെ ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻസിനെ എല്ലാം, ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ എല്ലാം മുൻനിർത്തി അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി അവരുടെ അവിടെ വരുന്ന വയലേഷനെ ഒന്ന് പ്രോപ്പർ ആക്കി വിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനി ഇൻഫർമേഷൻ ടെക്നോളജി അമെൻമെന്റ് ആക്ട് എന്ന് പറയുന്നത് 2008 ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇറ്റ് ഈസ് ആക്ച്വലി എ കൺസിഡറബിൾ അഡീഷൻ ടു 2000 ഇൻട്രൊഡ്യൂസ് ചെയ്ത IT ആക്ടിന് അഡീഷണൽ ആയിട്ടാണ് 2008 IT അമെൻമെന്റ് ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് പറയുന്നത് IT അമെൻമെന്റ് ആക്ട് വാസ് പാസ്ഡ് in Indian Parliament. After a year, it came into force
Indian Computer Emergency Response Team. Indian Computer Emergency Response Team. അതാണ് ഇൻ, CERT ഇൻ. അതൊക്കെ ആ വാക്കുകളൊക്കെ നമ്മൾ പേപ്പറിൽ കാണണം കേട്ടോ. CERT, കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം. അവര് ആണിത് നോക്കുന്നത്. CERT ആണിത് നോക്കുന്നത്. So originally act was propounded to promote the IT industry. കാര്യം IT ഇൻഡസ്ട്രിയിലായിരുന്നു ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ ആദ്യം നടത്തിക്കൊണ്ടിരുന്നത്, ടു പ്രിവെന്റ് ദ സൈബർ ക്രൈം. പിന്നെയാണ് നമ്മൾ അൺസിട്രാലിന്റെ കാര്യം നമ്മൾ ആദ്യത്തെ മൊഡ്യൂളിൽ ആദ്യത്തെ സ്ലൈഡിൽ നമ്മൾ അൺസിട്രാലിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ അക്രോസ് ദ ഇന്റർനാഷണൽ ട്രേഡിംഗ് the law was introduced in common. It was introduced in 1990, in early 80s, 1996 ഇതിനു മുന്നേ കുറെ നാൾ 18 ആ സംഭവത്തിലൊക്കെ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത്. നമ്മൾ എപ്പോഴാണോ ലോ തുടങ്ങിയത്, ഡീല് തുടങ്ങിയത്, നമ്മൾ അക്രോസ് ദ കൺട്രി എപ്പോഴാണോ നമ്മൾ ഡീലിങ്സ് നടത്തിയത്, അത് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്ത ലോയാണ് അൺസിട്രാൽ. പിന്നെ നമ്മളത് ഇവരിലേക്ക് കുറച്ച് ലോസ് ആഡ് ഓൺ ചെയ്തു, നമ്മൾ കമ്പ്യൂട്ടറൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെയും പറയാം. 1996 ഈ അൺസിട്രാലിലേക്ക് ഇ കോമേഴ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ലോ ആഡ് ചെയ്യപ്പെട്ടത്. ദെൻ ഇവിടെ എന്തിനാണ് ശരിക്കും ഇത് കൊണ്ടുവന്നത്? നമ്മൾ അക്രോസ് ദ കൺട്രീസ് ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ നമുക്കൊരു യൂണിഫോമിറ്റിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അൺസിട്രാലിലേക്ക് 1996 ഇ കോമേഴ്സിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ലോ കൊണ്ടുവന്ന. ദെൻ Government of India, the Commerce Act was introduced in 1998, which was redrafted as Information Technology Bill 1999 and passed in May 2000. And India was the 12th country to bring the cyber law under Information Technology Act 2000. അതിൻ്റെ ആ വന്ന വഴിയാണ് ഇപ്പം നമ്മൾ ഇത്രയും നേരവും പറഞ്ഞത്. അപ്പം ഇതൊക്കെ ഇങ്ങനെ ജസ്റ്റ് വായിച്ചു വെക്കുക കേട്ടോ. ഇത് നമ്മൾ ഓർത്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കഥ എഴുതാൻ പറ്റും. അതാണ് ചാപ്റ്റർ വായിക്കുമ്പോൾ ഉള്ളൊരു ഗുണം. ഒരു മൊഡ്യൂളെങ്കിലും ഈ ഒരു ചാപ്റ്റർ മാത്രം വായിച്ചു വെക്കാൻ സമയം കിട്ടുവാണെങ്കിൽ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. ഇനി എന്താണ് വാട്ട് ഈസ്, ഇപ്പൊ എത്ര പേജ് ഉണ്ട്? ഇത് 1, 2, 3, 4, 5, 6, 7. അത് ഇതൊന്നും നോക്കണ്ട. 6 പേജ്, 7, 5-6 പേജേ ഉള്ളൂ ഒരു ചാപ്റ്റർ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇത് ചാപ്റ്റർ കഴിഞ്ഞാൽ ഈ മോഡ്യൂൾ ശരിക്കും പറഞ്ഞാൽ തീർന്നു എന്നാ. അത് കഴിഞ്ഞ് നമ്മൾ അപ്പൊ അങ്ങനെ നമ്മൾ അൺസിട്രാലിൽ നിന്ന് നമ്മൾ 2000-ലേക്ക് ഇങ്ങോട്ട് വന്നു. അത് കഴിഞ്ഞ് IT ആക്ട് വന്നു. അപ്പോൾ IT ആക്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ബാങ്കിങ്ങിനും IT ബാങ്കിങ്ങിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ IT ആക്ടിന് ഇമ്പോർട്ടൻസ് വന്നത്. ദെൻ പുതിയ ഡെലിവറി ചാനൽസ് ഓപ്പൺ ആയി. അതായത് നമുക്ക് എന്താണ് ഇലക്ട്രോണിക് ഇതുവഴി നമുക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ചാൻസ് ഓപ്പൺ ആയി കിട്ടി. ബാങ്കിങ്ങിലേക്ക് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്തു കൊണ്ടുവന്നു. അപ്പോൾ അവിടെ പുതിയ തലത്തിലേക്ക്, എക്കണോമിക് പ്രോസസ്സിലേക്ക് ഇതിനെ എത്തിക്കാൻ പറ്റിയെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? ഇതൊക്കെ കൂടുമ്പോൾ ക്രൈം കൂടുതലായിട്ട് വന്നു. അപ്പോഴാണ് നമുക്ക് ലോയും ഒക്കെ കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ട് വേണ്ടി വന്നത്. അതാണ് ഇവർ പറയുന്നത്. ആൻഡ് the Information Technology Act provides legal recognition to the transactions done through electronic data interchange and the other electronic means of communication. This involves the use of alternatives to paper-based methods for communication and storage of information to facilitate. ഇപ്പം എല്ലാം എന്തായി? ഈ ട്രാൻസാക്ഷൻ ആയിട്ട് മാറി. ഈ ട്രാൻസാക്ഷനിലേക്ക് അത് കയറി. ഓക്കെ. In 1872
the Bankers Book Evidence Act 1891 and the Reserve Bank of India Act 1934, and for matters connected therewith or incidental thereto. Information IT Act 2000 is based on UNCITRAL model law. UNCITRAL model law ബേസ് ചെയ്തിട്ടാണ് IT ആക്ട് ഇന്ത്യയിൽ കൊണ്ടുവന്നത്. UNCITRAL എന്ന് പറഞ്ഞാൽ എന്താ? ബിസിനസ് അക്രോസ് ദ കൺട്രീസ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് കൊണ്ടുവന്നത്. UNCITRAL എങ്ങനെയാണോ സാധാരണ ഫിസിക്കൽ വേൾഡിൽ അക്രോസ് ദ ബോർഡർ എങ്ങനെയാണോ ട്രാൻസാക്ഷൻ നടക്കുന്നത്, ആ ഒരു മെത്തേഡിലാണ് IT ആക്ടിനകത്ത് ലോയും കാര്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നേക്കുന്നത്. ആൻഡ് അപ്പൊ ഈ ലോ ഇതൊക്കെ നമ്മളൊന്ന് ഓർത്തിരിക്കുക. 1872, 1891, 1934, 2000, അതൊക്കെ 2008. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 2008 വന്നു. 2000 ഒരു അഡീഷൻ പോലെയാണ്, ഒരു ആഡ് ഓൺ, 2000 ഒരു ആഡ് ഓൺ പോലെയാണ് 2008 വന്നത്. ആൻഡ് ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു അഡ്രസ് ദ ഇഷ്യൂസ് ദാറ്റ് വെർ നോട്ട് കവേർഡ് ഇൻ 2000. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ UNCITRAL ആദ്യം തുടങ്ങിയപ്പോൾ ഈ കമ്പ്യൂട്ടറും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെയാണ് കമ്പ്യൂട്ടർ വന്നത്. അപ്പൊ നമ്മൾ IT ആക്ട് അതിനകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോഴത്തേക്ക് സൈബർ ക്രൈമും കൂടുതലായി. അപ്പൊ അതിനകത്ത് പറയാത്ത കുറച്ച് ലോസ് പിന്നെ ആഡ് ഓൺ ആക്കി. അപ്പൊ 2008 പിന്നെ ഒരെണ്ണം വന്നു. അപ്പൊ അത് പറയുന്നത് എന്താ? കമ്മ്യൂണിക്കേഷൻ ഡിവൈസിനെ പറ്റി, കമ്മ്യൂണിക്കേഷൻ ഡിവൈസിന്റെ ഉപയോഗത്തിനെ പറ്റി, ആര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, പിന്നെ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സിന്റെ ആവശ്യകതയെ പറ്റി. അതായത് നമ്മൾ ഡേറ്റ അയക്കുമ്പോൾ ഉള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞോളൂ. പിന്നെ ഡേറ്റ അപ്പോഴാണ് നമുക്ക് ഈ യൂസേഴ്സ് ഇടയ്ക്ക് കയറി ഇതിനെ അറ്റാക്ക് ചെയ്തിട്ട് അവർ വേറൊരു കണ്ടന്റ് ഇതിനകത്തേക്ക് ഇട്ടിട്ട് വേറെ ആൾക്ക് സെൻഡ് ചെയ്യുന്നു. മൂന്നാമതൊരാൾ ഇതിരുന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും, ഞാനും നിങ്ങളും കൂടെ ചിലപ്പോൾ ഡേറ്റ സെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഈ രണ്ടാമത്തെ ആള്, നോക്കിക്കൊണ്ടിരിക്കുന്ന ആള്, എൻ്റെ കയ്യിൽ നിന്നും വരുന്ന ഡേറ്റ എടുത്ത് മാനിപ്പുലേറ്റ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് അയക്കുന്നത്. അത് പക്ഷെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പൊ അതിനെ നമ്മൾ കുറച്ചുകൂടെ സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയൊക്കെ ചെയ്തത്. അപ്പൊ അതൊക്കെ ഇതിനകത്ത് പറഞ്ഞത് 2008 പറയുന്നത്. ആൻഡ് പിന്നെ അതേപോലെ ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ആരുടെ IP നിന്നാണോ ഈ വോം അല്ലെങ്കിൽ വൈറസ് അല്ലെങ്കിൽ കുറ്റകൃത്യം പുറപ്പെട്ടത്, അയാളാണ് അതിന്റെ ഉത്തരവാദി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വന്നത്. മേക്കിംഗ് ദ ഓണർ ഓഫ് എ ഗിവൺ IP അഡ്രസ് റെസ്പോൺസിബിൾ ഫോർ ദ കണ്ടന്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഇറ്റ്. ദെൻ മേക്കിംഗ് കോർപ്പറേഷൻസ് റെസ്പോൺസിബിൾ ഫോർ ഇംപ്ലിമെന്റിങ് ഇഫക്റ്റീവ്. അതായത് പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഓർഗനൈസേഷൻസിൽ ഇതിന്റെ ആവശ്യകതയെ പറ്റി, ഡേറ്റ സെക്യൂരിറ്റി പ്രാക്ടീസസിന്റെ ആവശ്യകതയെ പറ്റിയും പറഞ്ഞത് ഈ IT ആക്ട് 2008 വന്നിട്ടാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് അപ്പൊ അതാണ് ഇപ്പൊ ഞാൻ എടുത്തു പറയുന്നത്. ഒരു 5 അമെൻമെന്റ് പറഞ്ഞിരിക്കുവാണ് ആർ മെയ്ഡ് ഇൻ ദ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000. അതായത് സെക്ഷൻ 43, സെക്ഷൻ 66, സെക്ഷൻ 67, സെക്ഷൻ 69, സെക്ഷൻ 72. ഇതൊക്കെ ഓർത്തിരിക്കണം കേട്ടോ. ഡേറ്റ പ്രൊട്ടക്ഷൻ, ഹാക്കിംഗ്, and then protection against unauthorized access to the data, then cyber terrorism, and then privacy. അപ്പൊ ഇത് ഓർത്തിരിക്കണം. 66, 67, 69. പിന്നെ രണ്ടെണ്ണം 43ഉം 72. ഹാക്ക് ചെയ്ത് പിന്നെ ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ അൺഓതറൈസ്ഡ് ആക്സസ് ആണ്. അതുവഴി സൈബർ ടെററിസം വന്നു. ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഡേറ്റ പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൈവസി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി. Okay, then what are the objectives of IT Act എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, Information Technology Act or IT Act 2000 amends the following laws: the IPC 1860, the Indian Evidence Act 1872, the Bankers Book Evidence Act 1891, and the Reserve Bank of India Act 1934. Okay, ഈ ഒക്കെ ഉള്ള ലോസിലേക്ക്, ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഈ ലോയിലേക്കൊക്കെയാണ് IT അമെൻമെന്റ് ആക്ട് അമെൻഡ് ചെയ്തത്. ഇതാണ് സേലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് എന്ന് പറയുന്നത്.
എന്തൊക്കെയാണ് ഇതിന്റെ സേലിയൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? ഇതിന്റെ സേലിയൻ ഫീച്ചർ എന്ന് പറയുന്നത് it provides the legal recognition in the it provides a legal recognition to the records in the electronic form. ഇതൊക്കെ പഠിച്ചിരിക്കാം ട്ടോ. Legal recognition to the e-commerce. എന്ത് എനിക്കറിയില്ല, ഞാൻ എടുത്തില്ല, നോക്കുമോളെ കാണുമായിരിക്കും. Then it provides legal recognition to digital signature. Then it is applicable to cyber crime and contraventions committed in India and outside India. Then it has appointed adjudicating officers for holding the inquiries. And it elaborates the offences, penalties and breaches. And it establishes a cyber appellate tribunal to hear the appeal. Then it adds a provision. ഇതെല്ലാം നമുക്ക് അണ്ടർസ്റ്റാൻഡബിൾ ആണ്. എന്താണ് കാര്യം പറയുന്നത്, എന്തൊക്കെയാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. Then what is the scheme of IT Act? The following points define the scheme of the IT Act. എന്താണെന്നാണ് IT ആക്ടിനകത്ത് 13 ചാപ്റ്ററും 90 സെക്ഷൻസും ഉണ്ട്. അപ്പൊ അതിനകത്ത് അവര് പറയുന്നു ഏതിന്റെ എടുത്തില്ല, അത് ഞാൻ എടുത്ത് ഇവിടെ കൊണ്ടുവന്നു വെച്ചാൽ ഇവിടെ നോക്കുമ്പോൾ ഇതിനകത്ത് നോക്ക്, അവിടെ കാണുമായിരിക്കും. അപ്പൊ നമുക്ക് 90 സെക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതില് ഫസ്റ്റ് 14, രണ്ടാമത്തെ മുതൽ വായിക്കാട്ടോ. ഫസ്റ്റ് 14 എന്ന് പറയുന്നത് ലീഗൽ ഡിജിറ്റൽ സിഗ്നേച്ചറിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ദെൻ അതർ സെക്ഷൻസ് എന്ന് പറയുന്നത് ആരൊക്കെയാണ് ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ ഇഷ്യൂ ചെയ്യാൻ ഉള്ള ലൈസൻസ് ആർക്കൊക്കെയാണെന്നാണ് പറയുന്നത്. 43 മുതൽ 47 വരെ പറയുന്നത് പെനാലിറ്റിയും കോമ്പൻസേഷനെ പറ്റിയാണ്. 48 മുതൽ 64 വരെ ട്രൈബ്യൂണലിനെ പറ്റിയും ഹൈക്കോർട്ടിൽ അപ്പീൽ പോകുന്നതിനെ പറ്റിയാണ് പറയുന്നത്. 65 മുതൽ 79 വരെ ഒഫൻസസ് നടന്നാലുള്ള ആക്ടിന്റെ കാര്യങ്ങളെ പറ്റിയിട്ടാണ് 65 മുതൽ 79 വരെ പറയുന്നത്. പിന്നെ മിസ്സലേനിയസ് കാര്യങ്ങളെല്ലാം 80 മുതൽ 90 വരെ പറയുന്നുണ്ട്. എന്നിട്ട് ഇവർ പറയുന്നത് ഈ ലാസ്റ്റ് 4 സെക്ഷൻ ഉണ്ട്. നെയിംലി സെക്ഷൻ 91 to 94 deals with amendments to the IPC which was introduced in 1860. പിന്നെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872. ഇതിൽ നിന്നെല്ലാമാണല്ലോ ഉരുത്തിരിഞ്ഞു വന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അവർക്കൊക്കെ ഉള്ള കാര്യങ്ങളാണ് 91 to 94 വരെ. ഈ ആക്ടുകളെയൊക്കെ പറ്റിയിട്ടാണ്. ഇന്ത്യൻ പീനൽ കോഡിനെ പറ്റി, ഇന്ത്യൻ എവിഡൻസ് ആക്ടിനെ പറ്റി, ബാങ്കേഴ്സ് ബുക്ക് എവിഡൻസ് ആക്ടിനെ പറ്റി, റിസർവ് ബാങ്ക് ഇന്ത്യ ആക്ടിനെ പറ്റി. എവിഡൻസ് വെയർ ഇൻ 1934 വെയർ ഡിലീറ്റഡ് എന്നാണ് പറയുന്നത്. അതായത് the last 4 sections deals with the amendments and which were deleted. An intermediary liability. മാം ഞാൻ പറയുന്നത് കേൾക്കാമോ? പറഞ്ഞോ. അതിനകത്ത് ലാസ്റ്റ് 4 മാത്രമൊന്നുമല്ല, അതിനിടയ്ക്ക് മാം പറഞ്ഞ പല സെക്ഷൻസ് ഇല്ല, അതൊക്കെ ഒമിറ്റഡ് ആണ്. അതാണ് ഇത് പറയുന്നത് അല്ലേ? അതല്ലേ ഇതിനകത്ത് പറയുന്ന 49 ഇല്ല, 50 ഇല്ല, 51, 52, 52A, 52B, 52C, 52, 53, 54 ഇതൊന്നും ഇപ്പൊ ഇല്ല, അതൊക്കെ ഒമിറ്റഡ് ആണ്. അപ്പൊ അതല്ലേ ഈ ആദ്യം പറയുന്നത് ഏതാണ്ട് അങ്ങനത്തെ കാര്യങ്ങളല്ലേ? ലാസ്റ്റ് 4 സെക്ഷൻ, ലാസ്റ്റ് 4 ഇപ്പൊ ഇല്ല, അതിന് അമെന്റ്മെന്റ് ഇറക്കിയിട്ടുണ്ട്. കാരണം ഇത് ജാമ്പവാന്റെ കാലത്തുള്ള ഒരു സാധനമാണ്. ഇതും വെച്ച് ഇന്നത്തെ IT ഇപ്പൊ പറഞ്ഞ സൈബർ ക്രൈമിനൊന്നും ഡീൽ ചെയ്യാൻ പറ്റത്തില്ല. അതെ, 2000 ഉണ്ടാക്കിയത് 25 വർഷം കഴിഞ്ഞു. 25 വർഷത്തിനിടയ്ക്ക് IT സെക്ടർ ഒരുപാട് മാറി. അപ്പൊ ഇതിനകത്തുള്ള പല സാധനങ്ങളും ഔട്ട്ഡേറ്റഡ് ആണ്. നമുക്ക് വേണമെങ്കിൽ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാൻ വേണ്ടി എഴുതാന്നുള്ള കാര്യം ശരിയാണ്. അതാണ് ഞാൻ ചോദിച്ചത്. ഇപ്പൊ ഞാനത് പറഞ്ഞല്ലോ, അന്ന് ഞാൻ പറഞ്ഞല്ലോ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള സംഭവം അത് നിങ്ങൾക്ക് ആഡ് ഓൺ ആയിട്ട് ശരിക്കും നിങ്ങൾക്ക് ഇതൊരു അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് എഴുതാം. ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നം വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അത് ശരിയല്ല എന്നുള്ളത്, പിന്നെ അത് എഴുതി വെക്കേണ്ട ഒരു അവസ്ഥയിലാണ്.
അല്ല, എഴുതി വെക്കേണ്ട അവസ്ഥ എന്നല്ല പറയുന്നത്. ഇത് തുടങ്ങിയപ്പോ ഇതിനെ വെച്ചിട്ടാണ് തുടങ്ങിയതെന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയെന്നാണ് പറയുന്നത് അവിടെ. നിങ്ങൾക്കറിയാം, അപ്പൊ നിങ്ങൾക്ക് അത് ആഡ് ഓൺ ആയിട്ട് അത് എഴുതാം. ഇപ്പൊ ഉള്ള പല സാധനങ്ങളും അതിനകത്തില്ല കാര്യം. അപ്പൊ അതൊക്കെ ശരിക്കും നിങ്ങൾക്ക് പോയിന്റ് ആയിട്ട് എഴുതാം. അതാ ഞാൻ പറയുന്നത്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും വെച്ചുകൊണ്ടാണ് ഇത് തുടങ്ങിയത്. ഇതിനൊരു തുടക്കം ഉണ്ടാവുമല്ലോ. അതല്ല ഇപ്പൊ ഇവിടെ പറഞ്ഞത്. ഇപ്പൊ ഇവര് പറയുന്നത് തന്നെ അങ്ങനെയാണല്ലോ, അൺസെട്രാൾ എന്ന് പറഞ്ഞൊരു സാധനം വെച്ചിട്ട് അതിന്റെ ബേസ് വെച്ചിട്ടാണ് ഇത് തുടങ്ങിയത്. പക്ഷെ അതിനകത്തുള്ള പല കാര്യങ്ങളും ഇന്റർനെറ്റും കമ്പ്യൂട്ടറും ആ സമയത്ത് ഇല്ലായിരുന്നുകൊണ്ട് അതിനെയൊന്നും ഡിഫൈൻ ചെയ്തില്ല. അപ്പൊ അത് കമ്പ്യൂട്ടർ യൂസേജ് തുടങ്ങിയ സമയത്താണ് IT ആക്ട് 2000 വന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പറയുവാണ് ഇതൊക്കെ അതിനകത്ത് തുടങ്ങിയ സമയത്ത് ഇന്ന സാധനങ്ങളൊക്കെ ആയിരുന്നു ഇതിനകത്ത് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു 25 കൊല്ലത്തിനിടയ്ക്ക് ഇതിലും പല പറഞ്ഞല്ലോ യൂസേജ് കൂടി, ടെക്നോളജിയുടെ ഇത് ഭയങ്കരമായിട്ട് കയറിയിരിക്കുകയാണ്. അപ്പൊ അതനുസരിച്ച് യൂസേജ് കൂടുന്നതനുസരിച്ച് സൈബർ ക്രൈം കൂടിയിട്ടുണ്ട്. അപ്പൊ പല കാര്യങ്ങളും ഇപ്പൊ ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ജനറലി എഴുതി പോവാം. അതാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മാം പറഞ്ഞ പോലെ തന്നെ ഒരു ക്ലോസ് ഉണ്ട്. ഏത് സോഴ്സിൽ നിന്നാണോ ക്രൈം ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത് ആ സോഴ്സ് IP-യുടെ ഓണർ ആയിരിക്കും അതിന്റെ ക്രൈം നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അവിടെ നിന്നാണ് ക്രൈം എന്നുള്ളത്. അതെ. ഇന്നത്തെ കാലത്ത് IP മാസ്കിങ് ഒക്കെ വളരെ ഏത് പിള്ളേർക്ക് പോലും സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ വരെ IP മാസ്കിങ് ചെയ്യാൻ കൊടുത്തിട്ടാണ്. അങ്ങനെ IP മാസ്കിങ് നമ്മുടെ IP കാണാൻ പറ്റില്ല അപ്പുറമുള്ള ആൾക്കാർക്ക്. അതെ അതെ അതെ, മാസ്ക് ചെയ്താണ് കൊടുക്കുന്നത്. മാസ്ക് ചെയ്താ കൊടുക്കണം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇപ്പം VPN ഒക്കെ ഉപയോഗിച്ചിട്ട് വേറെ ഏതെങ്കിലും സർവർ പോയിട്ട് ആ IP നോക്കി കഴിഞ്ഞാൽ വല്ല ജപ്പാനിലോ അല്ലെ ഉഗാണ്ടയിലോ ഒക്കെയുള്ള IP കിട്ടുക. കാര്യം നമ്മളിവിടെ അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അല്ല, അതുകൊണ്ടാണ് ക്രൈമും കൂടിയത് കണ്ടുപിടിക്കാൻ അതാണ് എന്റെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് ഈ ലോസ് ഉപയോഗിക്കുന്നത് ഈ IP-യെ കുറിച്ച് അറിവില്ലാത്ത ഒരു വിഭാഗം ആളുകളുടെ മേലിൽ മാത്രമേ ഈ ലോസ് അവർക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. IP-യെ കുറിച്ച് നോളജ് ഉള്ള ഒരാളെ അവരുടെ സൈബർ ക്രൈമിനെയോ സൈബർ അല്ലെങ്കിൽ നോൺ എത്തിക്കൽ ആക്ടിവിറ്റിയോ ഹോൾഡ് ചെയ്യാനോ പ്രിവെന്റ് ചെയ്യാനോ ഇന്ന് ഇന്ത്യയിലുള്ള ഈ IT ആക്ട് 2000-ലാണെങ്കിലും അതിനുശേഷം 2022 ഒരു സാധനം വന്നിട്ടുണ്ട്. പക്ഷെ അതിന്റെ റൂൾസ് ഇതുവരെ ഡെവലപ്പ് ആവാത്തതിനെ കൊണ്ട് പുറത്തേക്ക് വന്നിട്ടില്ല. ഇതൊന്നും പറ്റില്ല. ഇന്നത്തെ പേപ്പറിൽ തന്നെ അല്ല, അത് സത്യമല്ലോ. കാര്യം ഈ പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഇപ്പൊ 25 കൊല്ലം എന്ന് പറഞ്ഞാൽ ഇപ്പൊ 25 കൊല്ലം വരെ പോണ്ട, ഒരു കൊല്ലത്തിനിടയ്ക്ക് തന്നെ വരുന്ന മാറ്റങ്ങൾ ഒരുപാടല്ലേ. വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആക്ട് അതിന് കേപ്പബിൾ അല്ല. ഇന്നത്തെ പേപ്പറിലുള്ള ഒരു ന്യൂസാണ് ഏകദേശം 57,000 കോടി രൂപയാണ് ഈ മണി ലോണ്ടറിങ് വഴിയിട്ട് പിടിച്ചെടുക്കുന്നത്. അതായത് ആൾക്കാരെ പറ്റിച്ചിരിക്കുന്നത്. 57,000 കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗവൺമെന്റിലുള്ള കണക്കാണ്. അത്രയും കേസുകൾ രജിസ്റ്റർ ചെയ്ത കണക്കാണ്. അപ്പം ആക്ച്വലി പറ്റിച്ച പൈസ എന്ന് പറഞ്ഞാൽ അതിലും കൂടുതലായിരിക്കും. ഇതിലൊന്നും ഇപ്പൊ ഉള്ള ഈ നിയമം വെച്ചിട്ട് ആരും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവർക്ക് ആ സോഴ്സ് കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്റെ പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസിൽ നമ്മളിങ്ങനെ ഒരു കോള് വന്നു, ആ കോള് ഞാൻ ട്രാക്ക് ചെയ്ത് പോയി കഴിഞ്ഞപ്പോൾ ആ ഫോൺ അങ്ങ് ഉത്തർപ്രദേശിലാണ്. ആ സിം കാർഡ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത് ഉത്തർപ്രദേശിലുള്ള ഏതോ ഒരു കൃഷിക്കാരന്റെ പേരിലാണ്. അയാൾക്ക് അറിയ പോലും അയാളുടെ പേരിൽ അങ്ങനെ ഒരു സിം ഉണ്ടെന്നുള്ള കാര്യം. എന്നിട്ട് ഈ കോള് മറ്റേ എന്താ പറയുക, നമ്മളെ ID പ്രൂഫ് പോലെ ID പ്രൂഫ് നമുക്ക് ഇന്ന് ഫേക്ക് ആയിട്ട് ഉണ്ടാക്കാം. അതന്നെ ഉണ്ടാക്കണ പോലെ തന്നെ. ഏത് ID പ്രൂഫ് നമുക്ക് ഫുള്ളായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. ഒരു ID പ്രൂഫിനെ നമുക്ക് ഫുള്ളായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അതിനകത്ത് നമ്മൾ മാക്സിമം പറയുന്നത് നിങ്ങൾ ഈ QR സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഓതന്റിസിറ്റി അറിയാമെന്ന് പറ്റും. ആ QR അങ്ങനെ ഒരു QR ക്രിയേറ്റ് ചെയ്താൽ മതി. ആ QR സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ സെയിം ഫേക്ക് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റിലേക്ക് പോകും. എന്നിട്ട് ഇത് അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ആധാറിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ അവിടെ ആധാറിന്റെ സെയിം ആയിട്ടുള്ള ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നു. അതിന്റെ ഒരു UIയും ക്രിയേറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് ഞാനൊരു QR ഉണ്ടാക്കും. ആരാ സ്കാൻ ചെയ്ത് കഴിഞ്ഞാലും എന്റെ ഈ UIയിലേക്ക് വരും. അവർക്ക് തോന്നും ഇത് കറക്റ്റ് ആണ്. ഇത്രയും മാത്രമേ അതിന്റെ ഓതന്റിസിറ്റി ഉള്ളൂ. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ഗവൺമെന്റും അത്ര മോശമൊന്നുമല്ല. ഇപ്പൊ നമ്മള് ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് എന്തിനാണ് അവർ ഈ ഫുൾ പെർമിഷൻ വാങ്ങിക്കുന്നത്? എന്റെ അടുത്ത് ഫോർ എക്സാമ്പിൾ എന്റെ ഇമെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒഫീഷ്യൽ ഇമെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NIC മെയിലാണ്. അത് പ്യുവർലി ഗവൺമെന്റ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. അത് എന്റെ മൊബൈലിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ മൊബൈലിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ അവർക്ക് കൊടുക്കണം. ഞാൻ നാഷണൽ ഇൻഫോർമാറ്റിക്സ് എന്നാലേ ആക്സസ് ചെയ്യത്തുള്ളൂ.
എന്തിനാണ് NICക്ക് എന്റെ മൊബൈലിൽ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ? അതായത് അതിനകത്തുള്ള ഫോട്ടോസ്, കോണ്ടാക്ട്സ്, ബാങ്ക് ഡീറ്റെയിൽസ് മുഴുവൻ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് എന്റെ മൊബൈൽ വഴി ആ മെയിൽ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നോർമലി ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഓക്കെ കൊടുക്കും. ഇതിന്റെ പ്രോസ് ആൻഡ് കോൺസിനെ കുറിച്ച് അവർക്ക് അറിയില്ല. അപ്പൊ നമ്മൾ തന്നെ മൊബൈലിലുള്ള പല ആപ്പുകളിലും നമ്മളെ കോണ്ടാക്ട്സ് അവർക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്, നമ്മളെ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് അവർക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്ക് ആ ആപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമ്മളത് അടിച്ചു വിടും. അത് ആപ്പ് ആവശ്യമുണ്ട്, ഇത് അടിച്ചു വിട്ടില്ലെങ്കിൽ ആ ആപ്പ് നമുക്ക് കിട്ടില്ല. അപ്പൊ ആപ്പ് കിട്ടാത്തത് കൊണ്ട് അതിന്റെ ഓൾട്ടർനേറ്റീവ്സിനെ കുറിച്ച് നമുക്ക് അറിയാതിരിക്കുമ്പോൾ നമുക്ക് ഇത് ആവശ്യമുണ്ടെന്നുള്ള രീതിയിൽ നമ്മളെല്ലാം ആക്സസ് അവർക്ക് കൊടുക്കും. ആക്സസ് നമ്മൾ അവർക്ക് കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് ആക്സസ് കിട്ടും. കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ക്രൈം സ്റ്റാർട്ട് ചെയ്യും. ക്രൈം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കൺട്രോൾ ചെയ്യാൻ ഈ ലോസൊന്നും കാര്യമൊന്നുമില്ല. അപ്പൊ നമ്മള് ഇപ്പം ഈ ഞാൻ പറഞ്ഞ ഈ IT ആക്ടിലെ പല പോയിന്റുകളും ഒമിറ്റഡ് ആണ്. അതെ. അപ്പൊ നമ്മൾ പക്ഷെ പഠിക്കുന്നതെന്ന് പറയുന്നത്, നമ്മുടെ ബേസ് എന്ന് പറയുന്നത് നമ്മൾ ഇത് എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ളതാണ് ഈ പറയുന്നത്. ഇപ്പോഴത്തെ കറണ്ട് ട്രെൻഡ് വെച്ചിട്ട് നമുക്കത് ഈ ആഡ് ഓൺ നമുക്ക് എഴുതി പിടിപ്പിക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയതിന്റെ തുടക്കം നമ്മൾ അറിയണമല്ലോ. അല്ല, അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളോടൊരു എക്സാമിനൊരു ചോദ്യം വരും IT ആക്ടിലെ എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് ഒരു യൂസറെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്നുള്ള സപ്പോസ് ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് വയ്ക്കും. IT ആക്ടിലെ പ്രധാനപ്പെട്ട ക്ലോസുകൾ എന്തൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് എഴുതി ഫോർ എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ IP ജഡ്ജസ് ഐഡന്റിഫൈ ചെയ്യാനും അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാനും ഒക്കെ ഉള്ള സൗകര്യങ്ങൾ, എന്നിട്ട് അവിടെ അയാളതിനകത്ത് അല്ലെങ്കിൽ എമർജൻസി റിപ്പോർട്ട് ടീമിന്റെ കേപ്പബിലിറ്റീസ്, അവരെന്തൊക്കെ ചെയ്യുന്നു മുതലായ കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. ഇത് ഒന്നും ഇപ്പോഴത്തെ ഒരു കറണ്ട് കണ്ടീഷനിൽ വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സ് അല്ല. എല്ലാവർക്കും പോയിന്റ്സ് അല്ലാന്ന് മാത്രമല്ല, അതാ ഞാൻ പറഞ്ഞത്. പക്ഷെ ടെക്സ്റ്റ് ബുക്കിലുള്ള സാധനം നമുക്ക് എഴുതാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തായിരിക്കും. അപ്പോൾ ചിലപ്പോൾ ഈ നോക്കുന്ന ആൾക്ക് ചിലപ്പോൾ ഇതിനെപ്പറ്റി ഐഡിയ ഉണ്ടാവണമെന്നില്ല. ഇപ്പൊ എന്നെ സംബന്ധിച്ചിപ്പോ ഞാനിത് ആദ്യമായിട്ട് വായിക്കുന്നതായതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ സാധനമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ ഒരു പോയിന്റ് ഉണ്ടോ എന്നാണ് അവർ മാക്സിമം നോക്കുക. പക്ഷെ അത് വേണം ടെക്സ്റ്റ് ബുക്കിന്. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് ടെക്സ്റ്റ് ബുക്ക് എന്ന് അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ നോക്കുന്ന ആൾക്ക് ചിലപ്പോ അത്രയും ഒരു ഐഡിയ ഉണ്ടാവണമെന്നില്ല. അത് വേറൊരു പ്രശ്നമുണ്ടല്ലോ. അപ്പൊ നമ്മള് ഞങ്ങൾ ഈ എക്സാം എഴുതുന്നത് ഈ സാധാരണ പണ്ട് പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ കാണാപ്പാടം പിടിച്ച് എഴുതിക്കൊണ്ടിരുന്നതാണ്. ഇപ്പൊ അത് പറ്റത്തില്ല. നിങ്ങളെ ഞങ്ങൾ കൊണ്ടുവരുന്നു. അതിപ്പോ പറ്റുന്നില്ല. അത് പറ്റിയേ പറ്റുള്ളൂ. ബിടെക് കിട്ടണമെങ്കിൽ ഈ സാധനങ്ങളൊക്കെ എഴുതിയിരിക്കണം. ഇത് പക്ഷെ ഒരു സബ്ജക്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു എളുപ്പ വഴി ഉള്ള ഒരു പേപ്പർ കിട്ടണമല്ലോ ബിടെക് കിട്ടണമെങ്കിൽ എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ എടുത്താൽ മതി. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഐഡിയാസ് അതിനകത്ത് എഴുതുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാര്യം ഇത് നോക്കുന്നവർക്ക് എന്തായാലും അറിയായിരിക്കും 2000 തുടങ്ങിയ IT ആക്ടിൽ എത്രത്തോളം ഇപ്പം ലൂപ്പ് ഹോളുകൾ എന്തോരം ഉണ്ടെന്നും അതിൽ പലതും ഈ പറഞ്ഞ പോലെ ഒബ്സലീറ്റ് ആണെന്നുള്ള കാര്യം അറിയാൻ വയ്യാത്തവരും കാണത്തില്ലല്ലോ. എല്ലാവരും യൂസേഴ്സ് ആണല്ലോ IT. അങ്ങനെ ഒരു പോയിന്റ് എഴുതുന്നത് കൊണ്ടും കുഴപ്പമില്ല. നിങ്ങളുടെ ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ, നിങ്ങളുടെ ഒരു എക്സ്ട്രാ നോളജ് അവിടെ ആഡ് ഓൺ ചെയ്യുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല, മാർക്ക് കുറയ്ക്കില്ല. പക്ഷെ എന്റെ ഒരു മാർക്ക് കുറയ്ക്കില്ല, പക്ഷേ ടെക്സ്റ്റിലുള്ള ഇല്ലെങ്കിൽ മാർക്ക് കുറയ്ക്കില്ല. നമ്മൾ തന്നെ അവിടെ എക്സാം ക്വസ്റ്റ്യൻ കിട്ടി കഴിയുമ്പോൾ നമ്മളത് ഫുള്ളായിട്ട് എന്റെ നോളജ് വെച്ചും ഞാനത് ആൻസർ ചെയ്തു. പക്ഷെ അതിനകത്ത് ടെക്സ്റ്റിലെ പോയിന്റ് ഇല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് മാർക്ക് ഇല്ല. ഞാൻ നോക്കും, അയ്യോ സ്കീം ഓഫ് IT ആക്ട് എഴുതിയിട്ടില്ല, അല്ല അവിടെ ഞാൻ ഒരു മാർക്ക് ഇടാനായിട്ട് ചിലപ്പോ വെച്ചിരിക്കുമായിരിക്കും. അപ്പൊ അവിടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇതിന്റെ പ്രശ്നം തന്നെ അതാണല്ലോ, ഈ സബ്ജക്റ്റിന്റെ പ്രശ്നം തന്നെ അതാണല്ലോ. ഇത് കറണ്ടായിട്ട് നമ്മൾ എപ്പോഴും കുറെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും. പക്ഷെ ഇതിന്റെ ഒറിജിനും കാര്യങ്ങളെ പറ്റിയാണ് ഇതിനകത്ത് പറയുന്നത്. അത്രയും വിചാരിച്ചാൽ മതി. ഇനി ക്വസ്റ്റ്യൻ വരുമ്പോ നോക്കാം എങ്ങനെയാണ് അത് വരുന്നതെന്നുള്ളത്. അപ്പൊ തൽക്കാലത്തേക്ക് ഇത് നമുക്കിവിടെ നിർത്താം. 8 മണിയായി. നിങ്ങൾക്ക് അടുത്ത ലിങ്ക് വന്നോ പിള്ളേരെ?
ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയാട്ടോ. അപ്പൊ ഇടയ്ക്ക് നമുക്കൊരു ബോറടി മാറ്റാം. ഇനിയിപ്പോ കുറച്ച് 1-2 ക്ലാസ്സും കൂടെ കൊണ്ട് ഞാനിത് വൈൻഡപ്പ് ചെയ്യും. എനിക്കിപ്പോ മറ്റേ എൻടെക്കിന്റെ ഒരു സബ്ജക്റ്റും കിട്ടിയിട്ടുണ്ട്. ഇനി അതൊന്ന് പഠിക്കണം. പിന്നെ നമുക്കിനി അടുത്ത റിവിഷൻസ് ഒക്കെ ആയിരിക്കും. നമ്മൾ വെറുതെ കുറെ ഇങ്ങനെ ഇത് മാത്രം അപ്പൊ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് ഇത് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് അറിയുന്ന കുറെ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാം. ഞാൻ ഇപ്പോൾ കുറച്ച് ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അങ്ങോട്ട് പറഞ്ഞു തരും. അതാണല്ലോ. അപ്പൊ എനിക്ക് എൻ്റെ ബിടെക് പിള്ളേർക്ക് ഇത് കുറച്ച് പറഞ്ഞു കൊടുക്കാം. ആ ഒരു രീതിക്ക് എടുത്താൽ മതി. സുജിൻ ഒരു IT ആക്ട് 2008 ഒരു ഫോർവേഡ് ഇട്ടിട്ടുണ്ടല്ലോ, നോക്കട്ടെ കേട്ടോ. ഇതെവിടുന്നാ സുജിൻ കിട്ടിയത്? 2008 ആണ്. അതിലും ന്യൂ ആയിട്ടുള്ള അമെന്റ്മെന്റ്സ് വന്നിട്ടുണ്ടാവും. 2000 അജയ് സാറ് പറഞ്ഞ 22 അമെന്റ്മെന്റ്സ് വന്നിട്ടുണ്ടാവും. ഇതില് അവോയ്ഡ് ചെയ്തിരിക്കുന്ന 66A ഒക്കെ ഇതിൽ നിന്ന് അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇത് 10-90 ഉണ്ടല്ലേ, എല്ലാ ഇതും ഉണ്ടല്ലേ? ഏറ്റവും അവസാനത്തെ കുറെ ഒമിറ്റഡ് ആണ്. ഒമിറ്റഡ് ആയിരിക്കണം. അതെ, 91, 92 അങ്ങനത്തെ 94 അത് 91 മുതൽ 94 വരെ ഒമിറ്റഡ് ആണെന്നും പറയുന്നുണ്ടല്ലോ. എന്തായാലും കൊള്ളാം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ നിങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാ. എനിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും നിങ്ങളുടെ ക്ലാസ്. താങ്ക് യു.